അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ഫിഖഹിലെ രണ്ടാമത്തെ പാഠമായ ഇയാദത്തുൽ മരീളി എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും ആശയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള പാഠങ്ങളും ഇതുപോലെ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം. ഇയാദത്തുൽ മരീളി, രോഗിയെ സന്ദർശിക്കൽ. രോഗിയെ സന്ദർശിക്കലാണ് രണ്ടാമത്തെ പാഠം. ഇയാദത്തുൽ മരീളി, രോഗിയെ സന്ദർശിക്കൽ സുന്നത്തുൻ, സുന്നത്താകുന്നു. അപ്പൊ രോഗ സന്ദർശനത്തിന്റെ ഹുക്മ് അത് സുന്നത്താകുന്നു. ഫീഹ, അതിലുണ്ട് അജ്റുൻ കബീറുൻ, വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ രോഗ സന്ദർശനത്തിൽ വലിയ പ്രതിഫലമുണ്ട്. വഹിയ, അത് രോഗിയെ സന്ദർശിക്കൽ സബബുൽ തഅലീഫിൽ ഖുലൂബി, അത് ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് കാരണമാകും. അപ്പൊ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിനുള്ള കാരണമാണ് രോഗസന്ദർശനം. വതഖ്ഫീഫിൽ അലമി അനിൽ മരീളി, വതഖ്ഫീഫിൽ അലമി, വേദന കുറക്കുന്നതിനും കാരണമാകും. ആരെ തൊട്ട്? അനിൽ മരീളി, രോഗിയെ തൊട്ട്. അപ്പൊ രോഗിയുടെ വേദന കുറക്കുന്നതിനും കാരണമാകും. അപ്പൊ രോഗസന്ദർശനം ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ രോഗിയുടെ വേദന കുറക്കുന്നതിനും കാരണമാകും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ആദ മരീളൻ, വല്ല ഒരുത്തനും ഒരു രോഗിയെ സന്ദർശിച്ചാൽ, ലം യസൽ, അവൻ ആയിക്കൊണ്ടേയിരിക്കുന്നതാണ്, ഫീ ഖുർഫത്തിൽ ജന്നത്തി, സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ. ഏതുവരെ? ഹത്താ യർജിഅ, അവൻ മടങ്ങുന്നത് വരെ. അപ്പൊ ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അവിടെ നിന്ന് മടങ്ങുന്നത് വരെ അവൻ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലായിരിക്കും. ഖീല, അപ്പൊ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ഖുർഫത്തുൽ ജന്നത്തി, സ്വർഗത്തിന്റെ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നബിയെ സ്വർഗീയ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാഹ, അതിന്റെ ഫലങ്ങളാണ്. സ്വർഗത്തിന്റെ അതിലുള്ള ഫലങ്ങളാണ്. അപ്പൊ അതിലുള്ള ഫലങ്ങൾ ശേഖരിക്കുന്നതിലായിരിക്കും എന്നർത്ഥം. ഇനി അടുത്തത് ആദാബു ഇയാദത്തുൽ മരീളി, രോഗിയെ സന്ദർശിക്കുന്നതിനുള്ള മര്യാദകൾ. രോഗസന്ദർശനത്തിന്റെ മര്യാദകളാണ്. എന്തൊക്കെയാണ്? മിൻഹ, അതിൽപ്പെട്ടതാണ് ഇഖ്ലാസുൻ നിയ്യത്തി, നിയ്യത്തിനെ ആത്മാർത്ഥതയുള്ളതാക്കുക. ആർക്ക് വേണ്ടി? ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി. അപ്പൊ അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥതയോടെ നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ് ഒരു മര്യാദ. അടുത്ത മര്യാദ വതഖ്ഫീഫുൽ ജുലൂസി, ഇരുത്തത്തെ കുറക്കുക. ഇൻദഹു, രോഗിയുടെ അടുത്ത്. അപ്പൊ രോഗിയുടെ അരികിൽ ഇരിക്കുന്ന സമയം കുറക്കുക, അതും മര്യാദയിൽപ്പെട്ടതാണ്. അടുത്തത് വദുആഉൽ ലിൽ മരീളി, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബിമിസ്ലി ഖൗലിഹി അസ്അലുല്ലാഹൽ അലീമ അയ്യശ്ഫീക, അസ്അലുല്ലാഹൽ അലീമ അയ്യശ്ഫീക പോലത്തത് കൊണ്ട് രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുക, അതും മര്യാദയിൽ പ്പെട്ടതാണ്. എന്താ അതിന്റെ അർത്ഥം? അസ്അലുല്ലാഹൽ അലീമ, മഹത്തായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. എന്ത്? അയ്യശ്ഫീക, നിന്നെ സുഖപ്പെടുത്താൻ, നിന്റെ രോഗം ശിഫയാക്കാൻ മഹത്തായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു എന്നർത്ഥം. അടുത്തത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇദാ ആദ മരീളൻ, ഒരു രോഗിയെ സന്ദർശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഖൂലു, പറയുന്നവരായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ പറയുമായിരുന്നു. എന്ത്? ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? ലാ ബഅസ, തരക്കേടില്ല, സാരമില്ല. തഹൂറൻ, ശുദ്ധീകരണമാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ, അല്ലാഹ് ഉദ്ദേശിക്കുന്ന ഒരു ശുദ്ധീകരണമാണ്. നീ ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടാകും, അതിനുള്ള ഒരു ശുദ്ധീകരണമാണ് ഈ രോഗം. അതുകൊണ്ട് അത് കുഴപ്പമില്ല, സാരമില്ല എന്നുള്ള ആശയം വരുന്ന ഈ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു.
ഇനി രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ. വയുസന്നു സുന്നത്താക്കപ്പെടും. തർക്കുമാ ഒന്നിനെ ഉപേക്ഷിക്കൽ. എങ്ങനത്തെ ഒന്നാണ്? യുഹ്സിനുഹു ആ ഒന്നെന്താണ്? ദുഃഖിപ്പിക്കും. ആ ഒന്നെന്താണ്? രോഗി എന്ത് ചെയ്യും? ദുഃഖിപ്പിക്കും. ആ ഒന്നെന്തിനാൽ? മിനൽ കലാമി സംസാരത്തിനാൽ. അപ്പൊ ഉദ്ദേശം രോഗിയെ ദുഃഖിപ്പിക്കുന്ന സംസാരം ഒഴിവാക്കൽ എന്താണ്? സുന്നത്താക്കപ്പെടും. കഴിഞ്ഞില്ല. രോഗിയുടെ മനസ്സ് സന്തോഷകരമാക്കലും സുന്നത്താക്കപ്പെടും. രോഗിയുടെ മനസ്സെന്താക്കുക? സന്തോഷിപ്പിക്കലും സുന്നത്താക്കപ്പെടും. അടുത്തത് സുറൂരി അലൈഹി രോഗിയുടെ മേൽ സന്തോഷമുണ്ടാക്കലും സുന്നത്താക്കപ്പെടും. രോഗിയുടെ മേൽ എന്തുണ്ടാക്കുക? സന്തോഷം ഉണ്ടാക്കുക. എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റിയ ആ രൂപത്തിലൊക്കെ സന്തോഷമുണ്ടാക്കലും സുന്നത്താക്കപ്പെടും. അടുത്തത് രോഗിക്ക് സേവനം ചെയ്തു കൊടുക്കലും സുന്നത്താക്കപ്പെടും. എന്തുകൊണ്ട്? ബിമാ ഒന്നുകൊണ്ട്. എങ്ങനത്തെ ഒന്നാണ്? യഹ്താജു ഇലൈഹി ആ ഒന്നിലേക്ക് എന്താണ്? രോഗി ആവശ്യമാകും. അപ്പൊ രോഗിക്ക് ആവശ്യമാകുന്ന ഒന്നുകൊണ്ട് രോഗിക്ക് എന്ത് ചെയ്യുക? സേവനം ചെയ്തു കൊടുക്കുക, ഹിദ്മത്ത് ചെയ്തു കൊടുക്കുക. എപ്പോ? ഇൻ അംകന സൗകര്യമുണ്ടായാൽ. അപ്പൊ കഴിയുമെന്നുണ്ടെങ്കിൽ അവൻ ആവശ്യമായ കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക? സേവനം ചെയ്തു കൊടുക്കലും സുന്നത്താക്കപ്പെടും. അപ്പൊ ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞു. രോഗിക്ക് ബുദ്ധിമുണ്ടാക്കുന്ന സംസാരം ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ രോഗിയുടെ മേൽ രോഗിയുടെ മനസ്സെന്താണ്? സന്തോഷിപ്പിക്കുക. അതുപോലെ തന്നെ രോഗിയുടെ മേൽ സന്തോഷമുണ്ടാക്കുക. അതുപോലെ തന്നെ നമുക്ക് കഴിയുമെങ്കിൽ രോഗിക്ക് ആവശ്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? സേവനം ചെയ്തു കൊടുക്കുക. ഇതൊക്കെ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഹദീസ് അതൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമുമില്ല. എങ്ങനത്തെ മുസ്ലിമാണ്? യഊദു മുസ്ലിമൻ ഒരു മുസ്ലിമായ ഒരു രോഗിയായ മുസ്ലിമിനെ അവൻ എന്ത് ചെയ്യും? സന്ദർശിക്കും. ഒരു രോഗിയായ മുസ്ലിമിനെ സന്ദർശിക്കുന്ന ഒരു മുസ്ലിമുമില്ല. എപ്പോഴാണ് സന്ദർശിക്കുക? ഉദ്വത്തൻ പ്രഭാത സമയത്ത് അല്ലെങ്കിൽ രാവിലെ സമയത്ത് ഒരു രോഗിയായ ഒരു മുസ്ലിമിനെ സന്ദർശിക്കുന്ന ഒരു മുസ്ലിമുമില്ല. ഇല്ലാ സ്വല്ലാ അലൈഹി അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഇല്ല. 70 അൽഫ മലക്കിൻ 70,000 മലക്കുകൾ. ഏതുവരെ? ഹത്താ യുംസിയ വൈകുന്നേരം വരെ. അപ്പൊ രാവിലെ ഒരു രോഗിയായ മുസ്ലിമിനെ ഒരു മുസ്ലിം സന്ദർശിച്ചാൽ വൈകുന്നേര സമയം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ 70,000 മലക്കുകൾ അവന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് ഇനി അവനെ സന്ദർശിച്ചാൽ അശീയത്തൻ വൈകുന്നേര സമയത്ത് സന്ദർശിച്ചാൽ ഇല്ലാ സ്വല്ലാ അലൈഹി 70 അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ ഇല്ലാ സ്വല്ലാ അലൈഹി അവന്റെ മേൽ പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഇല്ല 70 അൽഫ മലക്കിൻ 70,000 മലക്കുകൾ ഹത്താ യുസ്ബിഹ രാവിലെ വരെ, അതായത് പ്രഭാത സമയം വരെ. അപ്പൊ വൈകുന്നേര സമയത്താണ് ഒരു മുസ്ലിമായ രോഗിയെ ഒരാൾ സന്ദർശിച്ചതെങ്കിൽ രാവിലെ സമയം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അവന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പറഞ്ഞതിന്റെ ആശയം എന്താ? ഒന്നും കൂടി ഒരു മുസ്ലിമായ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അത് രാവിലെയാണ് സന്ദർശിച്ചതെങ്കിൽ വൈകുന്നേര സമയം വരെ 70,000 മലക്കുകൾ അവന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒരാള് വൈകുന്നേര സമയത്താണ് സന്ദർശിച്ചതെങ്കിൽ രാവിലെ വരെ അവന് 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്നർത്ഥം. അടുത്തത് മരണാവസ്ഥയിലുള്ള വ്യക്തിയുടെ അടുത്ത് ചെയ്യൽ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ. അതായത് മരണം അടുത്ത വ്യക്തിയുടെ അടുത്ത് ചെയ്യൽ സുന്നത്തായ കാര്യങ്ങൾ. എന്തൊക്കെ സുന്നത്തുള്ളത്? തൽഖീനുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രോഗിക്ക് ചൊല്ലിക്കൊടുക്കുക. എന്തോടുകൂടെ? ബിരിഫ്ഖിൻ മയത്തോടുകൂടെ. അപ്പൊ രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മയത്ത്
മയത്തിൽ ചൊല്ലിക്കൊടുക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഖിനു മൗതാക്കും, നിങ്ങളിൽ മരിച്ചവർക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുക. നിങ്ങളിൽ നിന്ന് മരിച്ചവർക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുക. അതായത് ഐ മൻ ഹളറഹുൽ മൗതു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് മരണാവസ്ഥയിൽ ഉള്ളവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. അത് സുന്നത്താണ്. അടുത്ത സുന്നത്ത് തസ്ജീഉഹു, രോഗിയെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. എന്തിന്റെ മേൽ? അലാ ഹുസ്നിൽ ലന്നി ബില്ലാഹി തആല, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നതിന്റെ മേൽ അല്ലെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് ഭാവിക്കുന്നതിന്റെ മേൽ രോഗിയെ പ്രേരിപ്പിക്കുക. അടുത്ത സുന്നത്ത് അദ്ദുആഉ ലഹു ബിർറഹ്മതി വസ്സബാതി, അദ്ദുആഉ ലഹു, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബിർറഹ്മതി, കരുണ കൊണ്ട്, വസ്സബാതി, സ്ഥിരത കൊണ്ടും. അപ്പൊ രോഗിക്ക് കരുണ കൊണ്ടും സ്ഥിരത കൊണ്ടും വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അടുത്തെന്താ സുന്നത്തുള്ളത്? തൽതീഫുൽ കലാമി മഅഹു, രോഗിയോട് മൃദുവായി സംസാരിക്കുക, രോഗിയോട് നല്ല മയത്തിൽ എന്ത് ചെയ്യുക? സംസാരിക്കുക. വഅദമു ഇസ്ആജിഹി, രോഗിയെ പ്രയാസപ്പെടുത്താതിരിക്കുകയും ചെയ്യുക, അതായത് രോഗിയെ അസ്വസ്ഥപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. അപ്പൊ രോഗിയോടുകൂടെ മയത്തിൽ സംസാരിക്കുകയും രോഗിയെ അസ്വസ്ഥപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. വവജുഹു, രോഗിയുടെ മുഖവും മുന്നിടിക്കുക. വഅഹ്മസാഹു, രോഗിയുടെ കാലിന്റെ ഉൾഭാഗവും മുന്നിടിക്കുക. എങ്ങോട്ട്? ലിൽ ഖിബിലത്തി, ഖിബിലയിലേക്ക്. അപ്പൊ എന്താ പറഞ്ഞത്? രോഗിയെ വലത് ഭാഗത്തിന്റെ മേൽ ഖിബിലക്ക് ചെരിച്ച് കിടത്തണം. ഖിബിലക്ക് മുന്നിട്ട് വലത് ഭാഗത്തിന്റെ മേൽ കിടത്തൽ സുന്നത്താണ്. അപ്പൊ അതിന് ബുദ്ധിമുട്ടായാൽ മലർത്തി കിടത്തണം. മാത്രല്ല രോഗിയുടെ മുഖവും കാലിന്റെ ഉൾഭാഗവും ഖിബിലയിലേക്ക് എന്താണ്? നേരിടിക്കണം. ഇതൊക്കെ സുന്നത്താണ്. അടുത്തത് ഖിറാഅത്തു സൂറത്തി യാസീൻ, യാസീൻ സൂറത്ത് ഓതലും സുന്നത്താണ്. വസൂറത്തി റഅദി, റഅദ് സൂറത്തും. അപ്പൊ യാസീൻ സൂറത്തും റഅദ് സൂറത്തും ഓതുകയും ചെയ്യുക. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഊ സൂറത്ത യാസീൻ, യാസീൻ സൂറത്ത് നിങ്ങൾ ഓതുക. ഇന്ദ മൗതാക്കും, നിങ്ങളിൽ മരിച്ചവരുടെ അരികിൽ, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത് യാസീൻ സൂറത്ത് നിങ്ങൾ ഓതുക. യഅനി അൽ മുഹ്തളരീന, അതായത് മരണാവസ്ഥയിലുള്ളവരുടെ അരികിൽ വെച്ച് യാസീൻ ഓതുക എന്നർത്ഥം. എന്താ ഈ മുഹ്തളർ എന്ന് പറഞ്ഞാല്? അൽ മുഹ്തളറു മൻ ഖറബത് വഫാതുഹു, മുഹ്തളർ എന്ന് പറഞ്ഞാല് മരണം അടുത്തെത്തിയ വ്യക്തിയാകുന്നു. അപ്പൊ മരണം അടുത്തിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക. ഇനി പ്രധാനപ്പെട്ട ചില ഹദീസുകൾ എന്താണ്? വറദ, ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് ഓതിയാൽ, അതായത് ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ, ഫീ മറളി മൗതിഹി, തന്റെ മരണരോഗത്തിൽ വെച്ച് ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതിയാൽ, മിഅത്ത മറത്തിൻ, 100 പ്രാവശ്യം. അപ്പൊ എന്തേ പറഞ്ഞത്? ആരെങ്കിലും തന്റെ മരണരോഗത്തിൽ വെച്ച് 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതിയാൽ, ലം യുഫ്തൻ ഫീ ഖബരിഹി, അവനെ ഖബറിൽ ബുദ്ധിമുട്ടിക്കുകയില്ല, അവന് ഖബറിൽ എന്തുണ്ടാവൂല? ഒരു ഫിത്നയും ഉണ്ടാവുകയില്ല. മാത്രമല്ല വ ഉമിന മിൻ ലഗ്തത്തിൽ ഖബരി, ഖബറിന്റെ ഞെരുക്കലിൽ നിന്ന് അല്ലെങ്കിൽ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കുകയും ചെയ്യുന്നതാണ്. അതായത് അവൻ നിർഭയനായിരിക്കും, അവനക്കൊരു പേടി ഉണ്ടാവൂല, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ചുള്ള ഒരു ഭയം അവനക്കുണ്ടാവുകയില്ല, അതിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കും. എന്തിയാ പറഞ്ഞത്? ആരെങ്കിലും തന്റെ മരണരോഗത്തിൽ വെച്ച് 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അവനെ ഖബറിൽ ബുദ്ധിമുട്ടിക്കുകയില്ല. മാത്രമല്ല ഖബർ ഞെരുക്കലിൽ നിന്ന്, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കുകയും ചെയ്യും. വറദ ഐലൻ, വീണ്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താ വന്നിട്ടുള്ളത്?
മൻ ഖാല ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് വല്ല ഒരുത്തനും പറഞ്ഞാൽ 40 മറത്തൻ 40 പ്രാവശ്യം ഫീ മറളിഹി തന്റെ രോഗത്തിൽ. അപ്പൊ രോഗിയായിരിക്കെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ എന്താ നിന്റെ അർത്ഥം? നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല, നീ പരിശുദ്ധനാകുന്നു, തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടവനാകുന്നു എന്ന് അർത്ഥം വരുന്ന ഈ ഒരു ദിക്ർ ആരെങ്കിലും പറഞ്ഞാൽ കഴിഞ്ഞില്ല. ഫമാത ഫീഹി, ആ രോഗത്തിൽ അവൻ മരണപ്പെടുകയും ചെയ്തു. ആ രോഗത്തിൽ അവൻ എന്ത് ചെയ്തു? മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഉഅ്തിയ അജ്റ ഷഹീദിൻ, അവന് രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകപ്പെടും, ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടും. വഇൻ ബരിഅ, അവൻ സുഖം പ്രാപിച്ചാൽ, വഇൻ ബരിഅ, അവൻ സുഖം പ്രാപിച്ചാൽ, ബരിഅ മഗ്ഫൂറൻ ലഹു, അവന് പാപമോചനം ലഭിക്കും. അപ്പൊ എന്താ പറഞ്ഞേ? രോഗിയായിരിക്കെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 പ്രാവശ്യം ഒരാൾ പറയുകയും ആ രോഗത്തിൽ മരണപ്പെടുകയും ചെയ്താൽ അവന് രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകപ്പെടും. ഇനി മരണപ്പെട്ടില്ല, രോഗം എന്താണ്? സുഖം പ്രാപിച്ചു, എന്നാൽ അവൻ എന്താണ്? പാപമോചിതനായി തീരും, അവനിക്ക് പാപമോചനം ലഭിക്കും. ഇനി അടുത്ത് തദ്രീബാത്ത് എന്താ ഉള്ളത്? ലൗ അലാമത്ത, ശരിയും അതുപോലെ തന്നെ ഔ എന്ന് പറഞ്ഞിട്ട് എന്താണ്? തെറ്റിന്റെ ചിഹ്നമുണ്ട്. അപ്പൊ ശരിയുള്ളതിന് ശരി എന്നിടുക, തെറ്റിന് തെറ്റെന്നിടുക. എന്താ ഒന്നാമത്തത്? ഇയാദത്തുൽ മരീലി സുന്നത്തുൻ, രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. ആ പറഞ്ഞത് ശരിയാണ്. അടുത്ത രണ്ടാമത്തത് യുസന്നു ഇത്താലത്തുൽ ജുലൂസി ഇൻദൽ മരീലി, രോഗിയുടെ അരികിൽ കൂടുതൽ സമയം ഇരിക്കൽ സുന്നത്താണ്. ആ പറഞ്ഞത് എന്താണ്? അത് ശരിയല്ല, അത് തെറ്റാണ്, അത് തെറ്റിടണം. മൂന്നാമത്തത് യുസന്നു ദുആഉലിൽ മരീലി ബിശിഫായി, രോഗിക്ക് സുഖം പ്രാപിക്കാനായി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. അത് സുന്നത്താണല്ലോ, അപ്പൊ അത് ശരിയിടണം. ഇനി രണ്ടാമത്തത് അക്മിൽ, പൂർത്തിയാക്കാനാണ്. എന്താണ്? അദ്ദുആഉലിൽ മരീലി ബിമിസ്ലി ഖൗലിഹി അസ്അലുല്ലാഹ ഡാഷ്, ബാക്കി പൂരിപ്പിക്കണം. അപ്പൊ അതെങ്ങനെ പറയാം? അസ്അലുല്ലാഹൽ അലീമ അയ്യശ്ഫിയക, മഹത്തായ അള്ളാഹുവിനോട് നിന്റെ രോഗം സുഖപ്പെടുത്താനായി ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത് മിൻ ആദാബി ഇയാദത്തിൽ മരീലി തഖ്ഫീഫു ഡാഷ്, കുറച്ചവിടെ വിട്ടിട്ടുണ്ട്. എന്താണ് അവിടെ? തഖ്ഫീഫുൽ ജുലൂസി എന്നാണ്. രോഗിയുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കൽ രോഗിയെ സന്ദർശിക്കുന്ന മര്യാദയിൽപ്പെട്ടതാണ്. അതായത് ഇരുത്തത്തെ കുറക്കൽ എന്താണ്? അത് മര്യാദയിൽപ്പെട്ടതാണ്. മൂന്നാമത്തത് യുസന്നു തൽഖീനുൽ മുഹ്തലരി, ബാക്കി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ. എന്താ അർത്ഥം ഉണ്ടാകുക? മരണാവസ്ഥയിലുള്ളവന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. മൂന്നാമത്തത് ഇഖ്തരി സ്വഹീഹ, ശരിയായത് തെരഞ്ഞെടുക്കുക. എന്താ ഒന്നാമത്തത്? മിമ്മാ യുസന്നു ഇൻദൽ മുഹ്തലരി, മരണാവസ്ഥയിലുള്ളവന്റെ അരികിൽ സുന്നത്തായത് എന്തൊക്കെയാണ്? അപ്പൊ അലിഫ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? തഖ്വീഫുഹു, അവനെ ഭയപ്പെടുത്തുക. അത് ശരിയല്ലല്ലോ, അപ്പൊ അത് എന്തല്ല? ശരിയല്ല. ശരിയുള്ളത് തെരഞ്ഞെടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഖിറാഅത്തു സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ ഓതുക. അപ്പൊ അത് എന്താണ്? ശരിയുള്ള ഉത്തരാണ്. ജീം തർക്കുഹു വഹ്ദഹു, അവനെ തനിച്ചിരിക്കാൻ വിടുക. അത് ശരിയല്ലല്ലോ, അപ്പൊ അത് വേണ്ട. അടുത്ത രണ്ടാമത്തത് മിൻ ആദാബി ഇയാദത്തിൽ മരീലി, രോഗിയെ സന്ദർശിക്കുന്ന മര്യാദയിൽപ്പെട്ടതാണ്. അതിൽ അലിഫ് ഇത്താലത്തുൽ ജുലൂസി, കൂടുതൽ സമയം ഇരിക്കുക. അപ്പൊ അതെന്തല്ല? ശരിയല്ല, അപ്പൊ അത് എഴുതണ്ട. അടുത്ത ബാ തതീബു നഫ്സിഹി, മനസ്സ് സന്തോഷകരമാക്കുക. അപ്പൊ അത് ശരിയാണ്, അത് തെരഞ്ഞെടുക്കണം. ജീം ദിക്റു മാ യുഹ്സിനുഹു, ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക. അപ്പൊ അതും എന്തല്ല? ശരിയല്ല. അപ്പൊ ശരിയുള്ളത് തെരഞ്ഞെടുക്കുക, ശരിയുള്ളത് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നാലാമത്തത് അജിബ്, ഉത്തരം എഴുതുക. മനിൽ മുഹ്തലറു, മുഹ്തലർ എന്ന് പറഞ്ഞ ആരാണ്?
എന്താണ് അതിന്റെ ഉത്തരം? മൻ ഖറുബത്ത് വഫാത്തുഹു, മരണം അടുത്തെത്തിയ വ്യക്തി. രണ്ടാമത്തെ ചോദ്യം, ഉദ്കുർ സലാസതം മിൻ ആദാബി ഇയാദത്തിൽ മരീലി, രോഗിയെ സന്ദർശിക്കുന്ന മര്യാദകളിൽ നിന്ന് 3 പറയുക. ഉത്തരം, ഇഖ്ലാസുൻ നിയ്യത്തി ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥതയോടെ നിയ്യത്ത് വെക്കുക. രണ്ടാമത്തത് തഖ്ഫീഫുൽ ജുലൂസി, ഇരുത്തം ലഘൂകരിക്കുക, ഇരിക്കുന്ന സമയം കുറക്കുക. മൂന്നാമത്തത് അദ്ദുആഉ ലിൽ മരീലി, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് തർക്കുമാ യുഹ്സിനുഹു മിനൽ കലാമി, ദുഃഖിപ്പിക്കുന്ന സംസാരം ഒഴിവാക്കുക. അടുത്തത് തതീബു നഫ്സിൽ മരീലി, രോഗിയുടെ മനസ്സ് സന്തോഷകരമാക്കുക. വഇദ്ഖാലു സുറൂരി അലൈഹി, അവനിൽ സന്തോഷമുണ്ടാക്കുക. വഖിദ്മത്തുഹു ബിമാ യഹ്താജു ഇലൈഹി, അവന് ആവശ്യമായ കാര്യങ്ങളെ കൊണ്ട് സേവനം ചെയ്യുക. 3 വരുള്ളൂ, 3 ചോദിക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തത് കൈഫ യുൽജഉൽ മുഹ്തളറു, മരണാവസ്ഥയിലുള്ളവനെ എങ്ങനെ കിടത്തണം? അതിന്റെ ഉത്തരം ഇൽജാഉഹു ലി ജംബിഹിൽ ഐമനി ഇലൽ ഖിബ്ലതി, ഖിബ്ലയിലേക്ക് നേരെയാകുന്ന രൂപത്തിൽ വലതു ഭാഗത്തിന്റെ മേൽ ചരിച്ചു കിടത്തണം. നാലാമത്തത് മാദാ തഖൂലു ലിൽ മരീളി ഇൻദൽ ഇയാദത്തി, രോഗിയെ സന്ദർശിക്കുമ്പോൾ നാം എന്ത് പറയണം? ഉത്തരം അസ്അലുല്ലാഹൽ അലീമ അയ്യശ്ഫിയക, മഹത്തായ അല്ലാഹുവിനോട് നിന്നെ സുഖപ്പെടുത്താനായി ഞാൻ അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. അടുത്തത് അഞ്ചാമത്തത് അന്നശാതു തത്ബീഖിയു, പ്രായോഗിക പ്രവർത്തനം. എന്തായാലുള്ളത് നഊദുൽ മർലാ ഫീ മഹല്ലത്തിനാ വനബ്ഹസു അൻ അഹ്വാലിഹിം വനഹ്മിദുഹും ബിമാ തയസ്സറ. എന്താ പറഞ്ഞുള്ളത്? നമ്മുടെ പ്രദേശത്തെ രോഗികളെ സന്ദർശിക്കുകയും അവരുടെ അവസ്ഥ അന്വേഷിക്കുകയും കഴിയുന്നത്ര സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പല ആവർത്തി കേട്ട് ശരിക്കും പോലെ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.